ഓർത്തോഗ്രാഫിക് വ്യൂവിനെ പിക്ചറിലാക്കാൻ വരുമോ? ഓർത്തോഗ്രാഫിക് വ്യൂവിനെ പിക്ചോറിയൽ ആക്കാനായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം, പക്ഷേ ഇല്ല, ചോദിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയില്ലായിരുന്നോ? കണ്ടില്ലായിരുന്നോ? നോക്കി സാർ, പക്ഷെ ഞങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട് ഓർത്തോഗ്രാഫിയിലെ പിക്ചറിലാക്കുന്ന രണ്ട് ഇല്ലില്ല പ്രോബ്ലംസ് ഇല്ലില്ല, കിടപ്പുണ്ട്. ഇതുവരെ 2015 തൊട്ട് ഇതുവരെ അത് ചോദിച്ചിട്ടില്ല. ചോദിക്കത്തില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ സാർ. Okay. So next question is the front view and top view of an 80 millimeter long line PQ measures 70 mm. അതായത് ഒരു ലൈൻ ഉണ്ട്, പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? 80 millimeter. മെഷേഴ്സ് 70 mm. എന്ത് മെഷേഴ്സ്? ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അതായത് ഈ 80 mm ലോങ് ലൈനിന്റെ ഫ്രണ്ട് വ്യൂ 70 millimeter ആണ്, ടോപ്പ് വ്യൂ 60 millimeter ആണ് റെസ്പെക്റ്റീവ്ലി. ദ എൻഡ് പി ഈസ് ഓൺ എച്ച് പി. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തില് ഡി എന്ന് പറയുന്ന പോയിന്റ് 50 millimeter എബവ് എച്ച് പി ആയിരുന്നു. പക്ഷെ ഈ പ്രോബ്ലത്തിൽ എന്താണ്? പോയിന്റ് പി ഈസ് ഓൺ എച്ച് പി ആണ്, അതായത് എച്ച് പിയിലാണ്. ആൻഡ് എൻഡ് ക്യൂ ഈസ് ഇൻ വി പി. ക്യൂ എവിടെയാണ്? ക്യൂ വി പിയിലാണ്. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദി ലൈൻ ആൻഡ് ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ഓൾസോ ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഇല്ല. അതായത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, പി എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഓൺ എച്ച് പി എന്നാണ് പറഞ്ഞേക്കുന്നത്. പോയിന്റ് പി ഈസ് ഓൺ എച്ച് പി. അതായത് പോയിന്റ് പി ഓൺ എച്ച് പി എന്ന് പറഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, ഫോർത്ത് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡ് ക്വാഡ്രന്റിലാണോ എന്ന് പറയാൻ പറ്റൂ. ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ ഇതാ ഈ നടുക്കത്തെ ലൈനിലാണ് വരുന്നത്. ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ? ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഇൻ വി പി. അതായത് ഈ പ്ലെയിനില്ല, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വി പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് 50 millimeter എബവ് എച്ച് പി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡി ഡാഷ് എന്ന് പറയുന്നത് എബവ് 50 millimeter എബവ് എക്സ് വൈ ലൈൻ വന്നത്. അപ്പൊ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പം 50 കുറച്ച് മാറി 40 ആന്ന് വിചാരിച്ചേ, അപ്പൊ ഈ ഡി ഡാഷ് കുറച്ചുകൂടെ താഴോട്ട് വരും. 30 ആയെന്ന് വിചാരിച്ച് വീണ്ടും ഡി ഡാഷ് താഴോട്ട് വരും. അങ്ങനെ താഴോട്ട് വന്ന് എച്ച് പിയിലാവുമ്പോ എന്ത് സംഭവിക്കും? അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരും? എക്സ് വൈ ലൈനിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പോയിന്റ് എച്ച് പിയിലാന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എവിടെ ആയിരിക്കും? എക്സ് വൈ ലൈനിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? അടവണ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? ഓക്കെ, അതായത് ഒരു പോയിന്റ് എച്ച് പിയിലാണ്. ഇപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് 50 millimeter എബവ് എച്ച് പി ആണ്. 50 millimeter എബവ് എച്ച് പി ആണ്. ഈ ഡി എ നമ്മൾ നേരെ താഴോട്ട് കൊണ്ടുവന്നേ, 50 കുറച്ച് 40 ആക്കി, 40 കുറച്ച് 30 ആക്കി, 30 കുറച്ച് 20 ആക്കി, 20 കുറച്ച് 10 ആക്കി, 10 കുറച്ച് ഞാൻ 5 ആക്കി, 0 ആക്കി. അപ്പൊ ഇവിടെ വന്നു, എച്ച് പിയിൽ വന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഡി ഡാഷ് നേരെ എവിടെ വരും? ഡി ഡാഷ് നേരെ എക്സ് വൈ ലൈനിൽ വരും. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ബുക്കിലോട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇഫ് എ പോയിന്റ് ഈസ് ഇൻ എച്ച് പി, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഇൻ ദി എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ അത് വെച്ച് വരയ്ക്കാൻ പോവാണ്. എന്റെ കൂടെ വരച്ചോളുക. ഡ്രോ എ ലൈൻ. ഫസ്റ്റ് യു ഡ്രോ എ ലൈൻ. Then mark a point on the xy line. ഏത് പോയിന്റ് ആണ്? പി എന്ന് പറയുന്ന പോയിന്റ് എച്ച് പിയിൽ ഇരിക്കുന്നത്. സോ പി ഡാഷ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ദിസ് ഈസ് പി ഡാഷ്. P dash will be on XY line. So this is XY line.
എന്തുകൊണ്ടാണ് ഈ പി ഡാഷ് എക്സ് വൈ ലൈനിൽ വന്നത് പിടികിട്ടിയോ? ആനന്ദ പിടികിട്ടിയോ എന്തുകൊണ്ടാണ് പി ഡാഷ് എക്സ് വൈ ലൈനിൽ വന്നത്? മനസ്സിലായി. ഓക്കെ. ദെൻ ആൻഡ് എൻഡ് ക്യൂ ഈസ് ഇൻ വി പി, അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വി പിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റ് ക്യൂ ഈസ് ഇൻ വി പി, എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഡി ഇപ്പൊ ഈ പ്രോബ്ലത്തില് ഈ ഫിഗറിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? 45 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. മേളിൽ കൊടുത്തേക്കുന്ന കണ്ടോ, 45 millimeter ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതിനെ പുറകോട്ട് കുറച്ച് കൊണ്ടുവന്നേ. 45നെ ഞാൻ കുറച്ച് 40 ആക്കി, ദെൻ 35 ആക്കി, 30, 20, 10, 5, 0. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ വി പിയിലാക്കി. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റിനെ വി പിയിലാക്കുമ്പോൾ ഡിയുടെ ടോപ്പ് വ്യൂ നേരെ എവിടെ വരും? എക്സ് വൈ ലൈനിൽ വരും. മനസ്സിലായോ പറഞ്ഞേ? അതായത് ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിലായിരിക്കും. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിലായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ, മേളിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ എപ്പോഴും എവിടെ ആയിരിക്കും? എക്സ് വൈ ലൈനിലായിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ക്യൂ എന്ന് പറയുന്ന പോയിന്റിന്റെ ടോപ്പ് വ്യൂ അതെവിടാണ്? അതും എക്സ് വൈ ലൈനിലാണ്. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് പോയിന്റുകൾ. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ വെറുതെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ് ക്യൂ, അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, സ്മോൾ ലെറ്റർ ക്യൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിലെ ആദ്യത്തെ കോൺസെപ്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് പി ഡാഷ് വിൽ ബി ഇൻ ദ എക്സ് വൈ ലൈൻ. ഇത് ക്യൂ ഡാഷ് അല്ല, ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് വ്യൂ ആണ്, ക്യൂവിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് എക്സ് വൈ ലൈനിൽ വന്നത്? എൻഡ് ക്യൂ ഈസ് ഇൻ വി പി. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വി പിയിലാണ്. എന്തുകൊണ്ടാണ് പി ഡാഷ് എക്സ് വൈ ലൈനിൽ വന്നത്? പി ഈസ് ഓൺ എച്ച് പി. പി എന്ന് പറയുന്ന പോയിന്റ് എച്ച് പിയിലായതുകൊണ്ട് പി ഡാഷ് എക്സ് വൈ ലൈനിലായിരിക്കും. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വി പിയിലായതുകൊണ്ട് അതിന്റെ ടോപ്പ് വ്യൂ ക്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റുകൾ ക്ലിയർ ആയില്ലെങ്കിൽ എന്നോട് ചോദിക്കും. അടവണ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആംഗിൾ ഇല്ല. ഇവിടെ നമുക്ക് ആംഗിൾ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ എളുപ്പമാണ്. നമുക്ക് ആകെ ഉള്ളത് എന്തൊക്കെയാ? അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 17 തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 16 തന്നിട്ടുണ്ട്, ട്രൂ ലെങ്ത് 18 തന്നിട്ടുണ്ട്. പക്ഷെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ആംഗിൾ തന്നായിരുന്നു. എത്ര ഡിഗ്രിയാണ്? എച്ച് പിയുടെ ആംഗിൾ ഇത്ര ഡിഗ്രിയാണ്, വി പിയുടെ ആംഗിൾ ഇത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞ് നമുക്ക് ആംഗിൾ തന്നായിരുന്നു. അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്ക് വരയ്ക്കാമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ അപ്പൊ രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഞാൻ ഇപ്പം വരച്ച പിക്ചർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇടുവേ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വരച്ച പിക്ചർ ഞാൻ ഗ്രൂപ്പിലോട്ട് ഇടുവേ. എന്നിട്ട് ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ. സോ നമ്മളിപ്പോ വരച്ച പിക്ചർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതില് നമ്മുടെ ഈ പ്രോബ്ലത്തില് പി ഡാഷ് എന്നുള്ള പോയിന്റ് ആണല്ലേ, ഈ പി ഡാഷ് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഡി ഡാഷ് എന്നുള്ള പോയിന്റ് ആയിട്ടാണ് വിചാരിക്കേണ്ടത്. ഡി ഡാഷ് കണ്ടോ,
നമ്മൾ ഡി ഡാഷ് എത്ര മില്ലിമീറ്റർ എബോ എച്ച് പി എന്ന് വരച്ചത്? 50 മില്ലിമീറ്റർ എബോ എച്ച് പി എന്ന് പറഞ്ഞാൽ വരച്ചത്. അപ്പൊ ഇവിടെ ഈ കേസിൽ പോയിന്റ് പി എന്ന് പറയുന്നത് ഇൻ എച്ച് പി ആ. അതുകൊണ്ട് ആ 50 എന്നുള്ളത് എന്തായിട്ട് അങ്ങ് മാറും? അത് 0 ആയിട്ട് അങ്ങ് മാറും. അപ്പൊ നേരെ ഡി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നേരെ എവിടെ വരും? എക്സ് വൈ ലൈനിൽ വരും. അപ്പൊ ഡി ഡാഷിന് പകരം നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്താണ്? പി ആയതുകൊണ്ട് പി ഡാഷ് എവിടെ വരും? പി ഡാഷ് വിൽ ബി ഇൻ എക്സ് വൈ ലൈൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇനി നേരെ താഴെ നോക്കി ടോപ്പ് വ്യൂവില് നമുക്ക് ഡി സി എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ഡി സി, ആ ഡി സി എന്ന് പറയുന്ന ലൈനില് സി എന്ന് പറയുന്ന പോയിന്റ്, നമ്മുടെ ഇവിടെ പി ക്യു എന്ന് പറയുന്ന ലൈനാണ്. പി ക്യു, ആ പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ഇവിടുത്തെ സി ആയിട്ട് ആലോചിക്കണം. സി, ആ ടോപ്പ് വ്യൂവില് ഡി സി എന്ന് പറഞ്ഞ് വരച്ചേക്കുന്നുണ്ടല്ലോ, അതില് സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിട്ട് ആലോചിക്കണം? ക്യൂ ആയിട്ട് ആലോചിക്കണം. അപ്പൊ ആ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പൊ എവിടെയാണ്? എക്സ് വൈ ലൈനിലാണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ലൈനിലാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ പിക്ചർ നോക്കിയോണേ, ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ രാവിലെ പറഞ്ഞ ഫസ്റ്റ് പ്രോബ്ലം വെച്ചിട്ടാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലവും പറയാൻ പോകുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ചെറിയ ചെറിയ മൈനർ ആർക്കുകൾ വരയ്ക്കുന്നതിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട് വ്യൂവില് ഡി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്ന ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ട്. 56.29, അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ് അവിടെ? 56.29. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 70 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, നമ്മൾ വരച്ച പ്രോബ്ലത്തിൽ ഫ്രണ്ട് വ്യൂ ലെങ്ത് എത്രയായിരുന്നു? 56.29 ആയിരുന്നു. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഫ്രണ്ട് വ്യൂ ലെങ്ത് എത്രയാണ്? 70 ആണ്. ഇനി നമുക്ക് സി ഡാഷ് കിട്ടിയത് എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു ആർക്ക് വരച്ചായിരുന്നു. ഏത് ആർക്ക്? ഡി ഡാഷ്. ആ പിക്ചറോട് നോക്കിക്കോണേ. ഡി ഡാഷ് സി ടു ഡാഷ് റേഡിയസ് എടുത്തിട്ടാണ് എന്ത് വരച്ചത്? ആർക്ക് വരയ്ക്കുമ്പോൾ ലോക്കസ് ലൈനെ കട്ട് ചെയ്യുമ്പോഴാണ് സി ഡാഷ് കിട്ടുന്നത്. അപ്പം ഡി ഡാഷ് സി ടു ഡാഷ് അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 56.29 ആയിരിക്കും. 56.29. അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 56.29 ആയതുകൊണ്ട് ഡി ഡാഷ് സി ടു ഡാഷിന്റെ ലെങ്ത് എത്രയായിരിക്കും? 56.29 ആയിരിക്കും. സിമിലർലി നമ്മുടെ പ്രോബ്ലത്തിൽ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? 70 മില്ലിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് പി ഡാഷ് ക്യൂ ടു ഡാഷിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 70 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോണം. പി ഡാഷ് ക്യൂ ടു ഡാഷ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണേ, നോ പ്രോബ്ലം. ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. സോ പി ഡാഷ് ക്യൂ ടു ഡാഷ് അതിന്റെ ലെങ്ത് എത്രയാണ്? ഫ്രണ്ട് വ്യൂ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് 70. സോ ദിസ് ഈസ്, ഇതിന് പേര് കൊടുക്കുകയാണ് ക്യൂ ടു ഡാഷ്. നമ്മൾ രാവിലെ പറഞ്ഞ പ്രോബ്ലത്തിലെ സി ടു ഡാഷ് ഉണ്ടല്ലോ, ഡി ഡാഷ് സി ടു ഡാഷ് നിങ്ങൾക്ക് കാണാമല്ലോ. ഡി ഡാഷ് സി ടു ഡാഷ് അതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 56.29 ആണ്. നമ്മുടെ പ്രോബ്ലത്തില് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 70 ആയതുകൊണ്ട് പി ഡാഷ് ക്യൂ ടു ഡാഷിന്റെ ലെങ്ത് 70 ആയിരിക്കും. അപ്പൊ അത് മാർക്ക് ചെയ്യും. ഇനി നിങ്ങൾ ആ ഫിഗറിൽ സി ടു ഡാഷിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. സി ടു ഡാഷിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് C2 കിട്ടും. C2 എന്ന് പറഞ്ഞ എവിടെ നോക്കിയേ? ടോപ്പ് വ്യൂവിന്റെ ലോക്കസ്. പക്ഷെ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ അറിയാം, നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ലോക്കസ് എവിടാ വരുന്നത്? എക്സ് വൈ ലൈനിലാണ് വരുന്നത്. കാരണം എന്താണ്? ടോപ്പ് വ്യൂ എവിടാണ്? എക്സ് വൈ ലൈനിലാണ്. കാരണം എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ക്യൂ ഈസ് ഇൻ വി പി. അപ്പൊ ഈ ക്യൂ ടു ഡാഷിനെ പ്രൊജക്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ Q2 കിട്ടും. പക്ഷേ ഇപ്പൊ Q2 എവിടെ തന്നെയാ? ഈ എക്സ് വൈ ലൈനിൽ തന്നെയാ. സോ Q2 അവിടെ മാർക്ക് ചെയ്തു. അതായത് Q2 ഡാഷ് കോമ അവിടെ തന്നെ എന്ത് വരും? അവിടെ തന്നെ Q2 വരും. Q2 ഡാഷ് കോമ Q2. ഇനി ആ Q2 എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിലെ C2 ആണ്. C2 കഴിഞ്ഞ പ്രോബ്ലത്തിലെ C2 ആണ് നമ്മുടെ ഈ പ്രോബ്ലത്തിലെ Q2. അപ്പൊ C2വിനെ ട്രൂ ലെങ്ത് വരച്ചേക്കുന്ന കണ്ടോ? ട്രൂ ലെങ്ത് വരയ്ക്കണം കണ്ടോ? അപ്പൊ ട്രൂ ലെങ്ത് എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? നമ്മുടെ ഈ ഡി ഡാഷ് എന്നൊരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തില് എന്ത് വരയ്ക്കണം? പി ഡാഷിന്ന് താഴോട്ട് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. പി ഡാഷിന്ന് താഴോട്ട് ഒരു പ്രൊജക്ഷൻ ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഈ Q2വിൽ നിന്ന്
ട്രൂ ലെങ്ത് എത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 80 ആണ് കേട്ടോ. നമ്മുടെ പ്രോബ്ലത്തിലെ ട്രൂ ലെങ്ത് 80 ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിലെ ട്രൂ ലെങ്ത് എത്രയായിരുന്നു? 65 ആയിരുന്നു. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ 80 ആയതുകൊണ്ട് 80 കോമ്പസിൽ എടുക്കുക. 80 കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് 80 റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. കണ്ടോ, 80 റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പൊ അങ്ങനെ ട്രൂ ലെങ്ത് എടുത്ത് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് പോയിന്റ് കിട്ടും? പി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. പി അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലായിരുന്നു എത്രയാണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടി എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞ് കിട്ടി. സോ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. ദിസ് ഡിസ്റ്റൻസ് ഈസ് എത്രയാണെന്ന് അറിയാം? 38.73. സോ പോയിന്റ് പി ഈസ് 38.73 millimeter in front of VP. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എത്ര ആയിരുന്നത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ D ഈസ് 45 millimeter in front of VP ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ P ഈസ് 38.73 millimeter in front of VP. Then join this P and this Q2. ഇത് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ട്രൂ ലെങ്ത് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമുക്കറിയാം 29 ഡിഗ്രി ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ VP യുടെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി ആയിരുന്നു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ VP യുടെ ആംഗിൾ 30 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ എത്ര ഡിഗ്രിയാണ്? 29 ഡിഗ്രിയാണ്. ഇനി നമുക്കറിയാം ടോപ്പ് വ്യൂന്റെ ലെങ്ത് എത്രയാണ്? നമുക്കറിയാം ടോപ്പ് വ്യൂന്റെ ലെങ്ത് എത്രയാണ്? ടോപ്പ് വ്യൂന്റെ ലെങ്ത് ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് 60 millimeter. അപ്പൊ 60 കോമ്പസിൽ എടുക്കുക. 60 കോമ്പസിൽ എടുത്തിട്ട് P സെന്റർ XY ലൈനിൽ ആർക്ക് വരയ്ക്കുക. 60 റേഡിയസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. ടോപ്പ് വ്യൂന്റെ ലെങ്ത് 60 ആണ്. സോ 60 റേഡിയസ് എടുത്തിട്ട് ടോപ്പ് വ്യൂന്റെ ലെങ്ത് 60 ആണ്. 60 റേഡിയസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആർക്ക് വരച്ചു. Then join this P and this point. This is the top view. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഇതിന് എന്ത് പേര് കൊടുക്കണം? This point is Q. നമ്മുടെ കണ്ടീഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നല്ലോ, പോയിന്റ് Q ഈസ് ഇൻ വി പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ് Q ഈസ് ഇൻ വി പി, അതായത് പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും എവിടെ ആയിരിക്കും? XY ലൈനിലായിരിക്കും. അതുകൊണ്ടാണ് Q എന്ന് പറയുന്ന പോയിന്റ്. Q എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ക്യൂവിന്റെ ടോപ്പ് വ്യൂ ആണ്. ദാറ്റ് വിൽ ബി ഇൻ ദ XY ലൈൻ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ അറിയാം. എത്ര ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ? ഇത് എത്ര മെഷർ ചെയ്താൽ മതി? 40.2 ഡിഗ്രി. കഴിഞ്ഞ പ്രോബ്ലത്തില് നമ്മുടെ രാവിലെ പറഞ്ഞ പ്രോബ്ലത്തില് ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രി ആയിരുന്നു? 45 ഡിഗ്രി ആയിരുന്നു. 45 ഡിഗ്രി. സോ ഈ പ്രോബ്ലത്തിൽ എത്ര ഡിഗ്രിയാണ്? 40.2 ഡിഗ്രി. ദെൻ ഇതിനെ ചെയ്യാം, നേരെ ഈ ടോപ്പ് വ്യൂവിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യാം. മേളിലോട്ട് പ്രൊജക്ട് ചെയ്തു. ദെൻ ഫ്രണ്ട് വ്യൂ എത്രയാണ്? ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 70 millimeter. സോ 70 കോമ്പസിൽ റേഡിയസ് എടുക്കുക. 70 കോമ്പസ് റേഡിയസ് എടുത്തിട്ട് P ഡാഷ് സെന്റർ 70 റേഡിയസ് ഡ്രോ ആൻ ആർക്ക്. 70 റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. 70 റേഡിയസ് ഡ്രോ ആൻ ആർക്ക്. Then join this P dash and this point. Okay, join this P dash and this point. അപ്പൊ ഇതിന് എന്ത് കൊടുക്കണം? This is the front view Q dash. This is Q dash. This is Q dash. ഓക്കെ, അപ്പൊ Q ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കസ് ലൈൻ വരയ്ക്കണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഡ്രോ ദി ലോക്കസ് ലൈൻ. ലോക്കസ് ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ട്രൂ ലെങ്ത് എടുത്ത് ലോക്കസ് കട്ട് ചെയ്താൽ മതിയല്ലോ. ട്രൂ ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് ഈസ് 80. ട്രൂ ലെങ്ത് ഈസ് 80. അപ്പൊ 80 കോമ്പസിൽ എടുക്കുക. 80 കോമ്പസിൽ എടുത്തിട്ട് P ഡാഷ് സെന്റർ 80 കോമ്പസിൽ എടുത്തിട്ട് ഈ ലോക്കസ് കട്ട് ചെയ്യുക. Then join this P dash and this point. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് പേര് കൊടുക്കണം? ഇതിന്റെ പേര് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൊടുത്തത് എന്തായിരുന്നു? മേളിൽ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൊടുത്തത് C1 ഡാഷ് എന്നായിരുന്നു. അപ്പൊ ഇവിടെ Q ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? Q1 ഡാഷ് എന്ന് കൊടുക്കണം. This Q1 ഡാഷ്.
Q1 dash. Okay, so കണ്ടല്ലോ, this is the front view and top view. അപ്പൊ നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 70. ഇതേ കണ്ടല്ലോ, ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 70. കണ്ടല്ലോ, P dash Q dash 70 ആണ്. Then ട്രൂ ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് 80 ആണ്. അപ്പൊ ട്രൂ ലെങ്ത് 80. ഈ ലെങ്ത് 80 ആണോ എന്ന് ചെക്ക് ചെയ്തേ എല്ലാരും. ട്രൂ ലെങ്ത് എത്ര? അതെ, ട്രൂ ലെങ്ത്, ദിസ് ലെങ്ത് ഈസ് 80. ഫ്രണ്ട് വ്യൂ ലെങ്ത് 70 ആണ്, ഫ്രണ്ട് വ്യൂ ലെങ്ത് 70 ആണ്, ട്രൂ ലെങ്ത് 80 ആണ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ടോപ്പ് വ്യൂ ലെങ്ത്. ടോപ്പ് വ്യൂ ലെങ്ത് എത്രയാണ്? 60. അപ്പൊ ടോപ്പ് വ്യൂ ലെങ്ത് 60 ആണെന്ന് മെഷർ ചെയ്യുക. അതായത് ഇത് കണ്ടോ, ഈ ലെങ്ത്, ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് നോക്കിയേ, ദിസ് ലെങ്ത്, ടോപ്പ് വ്യൂ ലെങ്ത് ഈസ് 60. ഇനി ദിസ് ഈസ് ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് 80 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രൂ ലെങ്ത് 80 ആണ്. കണ്ടല്ലോ, ട്രൂ ലെങ്ത് ഈസ് 80. ഓക്കെ, ഇനി ഇവിടെ പി ഡാഷ് എക്സ് വൈ ലൈനിൽ വരാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് പി ഡാഷ് എക്സ് വൈ ലൈനിൽ വന്നത്? ബിക്കോസ് പോയിന്റ് പി ഈസ് ഇൻ എച്ച് പി. എന്തുകൊണ്ടാണ് ക്യൂ എക്സ് വൈ ലൈനിൽ വരാൻ കാരണം? ബിക്കോസ് ക്യൂ ഈസ് ഇൻ വി പി. ഓക്കെ, ആ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. പി ഡാഷ് എക്സ് വൈ ലൈനിൽ വരാൻ കാരണം പോയിന്റ് പി ഈസ് ഇൻ എച്ച് പി. ക്യൂ വരാൻ എന്താ കാരണം? ക്യൂ ഈസ് ഇൻ വി പി. അപ്പൊ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഇഫ് എ പോയിന്റ് ഈസ് ഇൻ എച്ച് പി, its front view will be in the xy line. If a point is in VP, its top view will be in the xy line. Okay, ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അഡോണ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന്റെ എച്ച് പിയുടെ ആംഗിൾ മെഷർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എച്ച് പിയുടെ ആംഗിൾ എഴുതിക്കോ. എച്ച് പിയുടെ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നോക്കിയേ, 41.4 ഡിഗ്രി. കണ്ടോ, എച്ച് പിയുടെ ആംഗിൾ 41.4 ഡിഗ്രി. ഇനി ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ എത്രയാ? ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 49.1 ഡിഗ്രി. കണ്ടോ, ആൽഫ. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 49.1 ഡിഗ്രി, എച്ച് പിയുടെ ആംഗിൾ 41.4 ഡിഗ്രി. ഇനി താഴെ വന്നിട്ട് ടോപ്പ് വ്യൂവിന്റെ ഇത് വി പിയുടെ ആംഗിൾ 29 ഡിഗ്രി. ദെൻ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ എത്രയാ? 40.2 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം? ട്രേസസ് മാർക്ക് ചെയ്യണം. ട്രേസസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓൾസോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ലൈൻ പി ക്യൂ ആൻഡ് ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ഡ്രോ ദ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് അവർ 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 70 തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു, നമുക്ക് അറിയത്തില്ല. ഈ പ്രോബ്ലത്തിൽ അവർ തന്നിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ ലെങ്ത് 70 ആന്ന് പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് വ്യൂ ലെങ്ത് 60 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. പിന്നെ അപ്പം അത് വരച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രോ ദ പ്രൊജക്ഷൻ ചോദിച്ചാൽ 4 കാര്യങ്ങൾ എടുത്തെഴുതണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡ്രോ ദ പ്രൊജക്ഷൻ ചോദിച്ചാൽ 4 കാര്യങ്ങൾ എടുത്തെഴുതണം. 1 ഫ്രണ്ട് വ്യൂ ലെങ്ത്, 2 ടോപ്പ് വ്യൂ ലെങ്ത്. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇൻക്ലിനേഷൻ. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാണ്? 41.4 ഡിഗ്രി. കണ്ടോ, പിന്നെ സോറി, ഫ്രണ്ട് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ 49.1 ഡിഗ്രി. ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാ? 40. ഇവിടെ 2 ആംഗിൾ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ നിങ്ങൾക്ക്. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ ആണ് ഇത് 49.1 ഡിഗ്രി. ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ ആണ് 40.2 ഡിഗ്രി. എച്ച് പിയുടെ ആംഗിൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നുണ്ടോ? ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ ആണ് 41.4 ഡിഗ്രി, വി പിയുടെ ഇൻക്ലിനേഷൻ ആണ് 29 ഡിഗ്രി. ക്ലിയർ ആയോ? ആനന്ദ്, ഞാൻ ഈ പറഞ്ഞത് പിടികിട്ടിയോ? ക്ലിയർ സർ. ഓക്കെ, ഇനി അടുത്തത് ഓൾസോ ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ട്രേസസ് വരയ്ക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ട്രേസസ് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഞാനിപ്പോ ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് മാറ്റുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേസ് വരയ്ക്കാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ആദ്യം ഫ്രണ്ട് വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട് വ്യൂ ഓൾറെഡി എവിടെ തന്നെ കിടക്കുന്നത്? എക്സ് വൈ ലൈനിൽ തന്നെയാണ്. അപ്പൊ ഈ പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് തന്നെ എന്തായിരിക്കും? എച്ച് ഡാഷ്. അപ്പൊ അവിടെ എച്ച് ഡാഷ് എന്ന് കൊടുത്ത എല്ലാവരും
H dash. This point is H dash. H dash. Okay. എന്നിട്ട് draw a perpendicular line. H dash കൂടെ ഒരു perpendicular line വരച്ചു. എന്നിട്ട് extend the top view. അത് ടച്ച് ചെയ്യുന്ന എവിടെ തന്നെയാ? ഈ P എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണോ അവിടെ തന്നെയാ. സോ ഈ P എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എന്ത്? HT. അപ്പൊ അവിടെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇനി വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് എന്ത് പേര് കൊടുത്തു? അതിന് V എന്ന് പേര് കൊടുത്തു. V, സ്മോൾ v. അതിന് V എന്ന് പേര് കൊടുത്തു, സ്മോൾ v. അതിന് V എന്ന പേര് കൊടുത്തു, V. Then draw a perpendicular line through V. Draw a perpendicular line through V. Then extend the front view. ഇപ്പൊ ഫ്രണ്ട് വ്യൂ വന്ന് ടച്ച് ചെയ്യുന്ന പെർപെൻഡിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെ? ഈ Q ഡാഷ് തന്നെയാണ്. അപ്പൊ ഈ Q ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എന്ത്? VT. Q ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് VT. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ട്രേസ് വരച്ച പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പിടികിട്ടിയാണോ ഞാൻ ഈ പറഞ്ഞത്? HT VT. ഓക്കെ, അതായത് ഫ്രണ്ട് വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, H ഡാഷ് കിട്ടും. അവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ടച്ച് ദ പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് എന്ത്? HT കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡയമെൻഷൻ എടുക്കണം, എത്രയാ ഡിസ്റ്റൻസ് എന്ന് മെഷർ ചെയ്യണം. കണ്ടോ? സോ ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് 38.73 മില്ലിമീറ്റർ ബിലോ XY ലൈൻ. അതേപോലെ വെർട്ടിക്കൽ ട്രേസ് കിട്ടാൻ എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഓൾറെഡി ടോപ്പ് വ്യൂവിന്റെ ഒരു പോയിന്റ് എവിടെ കിടക്കുന്നത്? XY ലൈനില്ല. അപ്പൊ ആ പോയിന്റിന് എന്ത് കൊടുക്കുക? V എന്ന് പേര് കൊടുക്കുക, V. Then draw a perpendicular line through V. Then extend the front view. It will touch the perpendicular line. That point is called VT. Okay. അപ്പൊ അത് മെഷർ ചെയ്യണം. നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. So measure this distance. 52.92. കണ്ടോ? Vertical trace is 52.92 millimeter above XY line. So horizontal trace is 38.73 millimeter below XY line, and vertical trace is 52.92 millimeter above XY line. And ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഈ HT യും VT യും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ? HT VT യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? HT VT തമ്മിലുള്ള ഡിസ്റ്റൻസ് 45.83. So distance between HT and VT is 45.83. ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. ഓക്കെ ആണോ ആനന്ദ്? ഓക്കെ സർ. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, അപ്പൊ ഇതുകൂടെ ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ഫസ്റ്റ് പ്രോബ്ലം പഠിക്കുക, പിന്നെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ഫിഗർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അടുത്തത് ഞാനൊരു ഡിഫറെന്റ് ക്വാഡ്രന്റിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ഡിഫറെന്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ, സോ ആരൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിനകത്തില്? ഓക്കെ, അഡോണ, ആനന്ദ്, അഭിഷേക് ഉണ്ട്. അഭിഷേക് കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ?
ആ സർ, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അഡോണയ്ക്കും കാണുന്നുണ്ടല്ലോ. അഡോണ, കാണാം സർ. മുന്നയ്ക്ക് ഓക്കെ അല്ലേ? ഓക്കെ. സോ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച്, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഇഫ് ദ എൻഡ് ക്യൂ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നു. ഇപ്പൊ അടുത്തത് അതിനുശേഷം ഒരു കുറച്ച് ട്വിസ്റ്റിംഗ് വന്നു, ഒരു ചെറിയൊരു ട്വിസ്റ്റിംഗ് ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. പിന്നെ അടുത്തത് മൂന്നാമത്തെ ടൈപ്പ്, ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, മറ്റേ പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ സ്ട്രെയിറ്റ് ലൈൻ പി ക്യൂ ഈസ് 100 mm ലോങ്, ദ എൻഡ് പി ഈസ് ഇൻ എച്ച് പി, പോയിന്റ് പി എച്ച് പിയിലാണ്. അപ്പൊ നമ്മളിപ്പം സെക്കൻഡ് പ്രോബ്ലം ചെയ്തപ്പോ ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഇൻ ദി എക്സ് വൈ ലൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റിലാണോ ഫോർത്തിലാണോ? ഫസ്റ്റിലും ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റിലും ആണ്, ഫോർത്തിലാണോ എന്ന് ചോദിച്ചാൽ ഫോർത്തിലും ആണ്. കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കുന്നത്? എച്ച് പിയിലായിരിക്കുന്നത്, എച്ച് പി. ആൻഡ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു എച്ച് പി. എച്ച് പിക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, വി പിക്ക് 20 ഡിഗ്രി ആണ്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഇഫ് ദ എൻഡ് ക്യൂ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഈ എച്ച് പി എന്ന് പറയുന്ന ഈ ലൈനിലാണ്. പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. എത്ര ഡിസ്റ്റൻസ്? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് ഇൻ എച്ച് പി. എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റും ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫോർത്ത് ക്വാഡ്രന്റും ആണ്. എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിലായിരിക്കുന്നത്, എച്ച് പി എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിലായിരിക്കുന്നത്. ഇനി ക്യൂ എവിടെയാണ്? ക്യൂ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. പിന്നെ എച്ച് പിയുടെ വി പിയുടെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ പ്രോബ്ലത്തില് 2 പോയിന്റും ഫസ്റ്റ് ക്വാഡ്രന്റിലായിരുന്നു. ഇപ്പൊ ഈ പ്രോബ്ലത്തില് ഒരു പോയിന്റ് ഒരു ക്വാഡ്രന്റിലും മറ്റേ പോയിന്റ് വേറൊരു ക്വാഡ്രന്റിലും. ഇങ്ങനെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്റെ കൂടെ തന്നെ വരച്ചോളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം ചെയ്ത പ്രോബ്ലം ഒരു ടെക്നിക്കും ഇല്ല. ആദ്യത്തെ പ്രോബ്ലം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അത് ഓരോ പ്രോബ്ലത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതിനകത്തിൽ എങ്ങനെ ട്രേസ് വരയ്ക്കുന്നത്, അതിനകത്തിൽ എങ്ങനെ ആർക്ക് വരയ്ക്കുന്നത്, ഓരോ പോയിന്റ്സ് എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, അത് മാത്രം കൃത്യമായിട്ട് പഠിച്ചാൽ അത് ബാക്കി ഓരോ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം വരയ്ക്കാൻ പോണേ. സോ ഞാൻ ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. എന്റെ കൂടെ തന്നെ വരച്ചോളൂ. സോ ഞാൻ ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ പോയിന്റ് പി ഡാഷ് എവിടെ മാർക്ക് ചെയ്യും? എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്യും. പി ഡാഷ് എവിടെ മാർക്ക് ചെയ്യും? എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്യും. പി ഡാഷ് വിൽ ബി ഇൻ ദി എക്സ് വൈ ലൈൻ. എന്തുകൊണ്ടാണ് പി ഡാഷ് എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്യുന്നത്? ബിക്കോസ് പോയിന്റ് പി ഈസ് ഇൻ എച്ച് പി. പി എന്ന് പറയുന്ന പോയിന്റ് എച്ച് പിയിലാണ്. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് എപ്പോഴും എവിടെ വരത്തുള്ളൂ? എക്സ് വൈ ലൈനിലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ പി ഡാഷ് മാർക്ക് ചെയ്തു, എക്സ് വൈ ലൈനിൽ പി ഡാഷ് മാർക്ക് ചെയ്തു. ആൻഡ് മേളിൽ നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ അത് വരച്ചു. പോയിന്റ് പി ഈസ്, പി ഡാഷ് എന്നൊരു ലൈൻ താഴോട്ട് വരച്ചു. such that this distance is 20 millimeter in front of VP. And ഇതിന് P എന്ന് കൊടുത്തു. P. ഓക്കെ, ഇനി നമുക്ക് എച്ച് പിയുടെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് വരയ്ക്കാമല്ലോ. എച്ച് പിയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ടു എച്ച് പി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പി ഡാഷിൽ നിന്ന് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കിയേ. ആദ്യത്തെ പ്രോബ്ലത്തില് ഡി ഡാഷ് സി വൺ ഡാഷ് വരച്ചേക്കുന്ന കണ്ടില്ലയോ? ഡി ഡാഷ് സി വൺ ഡാഷ് ട്രൂ ലെങ്ത് എത്രയായിരുന്നു? നമ്മുടെ ആ പ്രോബ്ലത്തിൽ 55ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ ട്രൂ ലെങ്ത് എത്രയാ?
ഈ പ്രോബ്ലത്തിൽ ട്രൂ ലെങ്ത് 100 മില്ലിമീറ്റർ. സോ 100 മില്ലിമീറ്റർ എടുത്തിട്ട് HP യുടെ ആംഗിൾ ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യം വരെ പ്രോബ്ലത്തിൽ എത്ര ഡിഗ്രി ആയിരുന്നു? 45 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോബ്ലത്തിൽ 30 ഡിഗ്രി ആയതുകൊണ്ട് 100 ലെങ്തില് ഒരു ലൈൻ വരച്ചു. 100 ലെങ്തില് 45 ഡിഗ്രിയിൽ വരച്ചു. 100 ലെങ്തില്. ഓക്കെ, എന്നിട്ട് അതിന് പേര് കൊടുത്തു. ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇതിന്റെ പേരെന്താണ്? C1 ഡാഷ് എന്നായിരുന്നു. ഇത് PQ ആയതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കണം? Q1 ഡാഷ് എന്ന് കൊടുക്കും. ദിസ് ഈസ് Q1 ഡാഷ്. C ആയതുകൊണ്ട് C1 ഡാഷ് കൊടുത്തു. ഇവിടെ Q ആയതുകൊണ്ട് Q1 ഡാഷ് കൊടുത്തു. Then draw the locus line. Draw the locus line. Chain line വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പ്രോബ്ലത്തിൽ C1 ഡാഷ് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? അതിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. എങ്ങോട്ട്? അടുത്ത പോയിന്റിന്റെ ലൈൻ വരെ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്ന വരെ. കണ്ടോ? അതായത് എപ്പോഴും ഞാൻ പറയുമ്പോൾ ആദ്യത്തെ പിക്ചറുമായിട്ട് കമ്പയർ ചെയ്തോണേ. സോ ഈ Q1 ഡാഷിന് നേരെ എന്ത് ചെയ്യണം? നേരെ താഴോട്ട് ഇവിടെ വരെ പ്രൊജക്ട് ചെയ്യണം. കണ്ടോ? എന്നിട്ട് അതിന് പേര് കൊടുക്കുക. This point is Q1. This point is Q1. This point is Q1. ഓക്കെ, അതിന് Q1 എന്ന് പേര് കൊടുക്കും. ഇനി അടുത്തത്, ഇനി നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇനി അടുത്ത നമുക്ക് VP യുടെ ആംഗിൾ തന്നു. എത്ര? 20 ഡിഗ്രി ടു VP. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം Q എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ഫ്രണ്ട് വ്യൂ എപ്പോഴും എവിടെ തന്നെ ആയിരിക്കും? എബവ് XY ലൈനാണ്. പക്ഷെ ടോപ്പ് വ്യൂ എവിടെ വരുന്നത്? നമ്മൾ ഈ HP 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവും എവിടെ വരും? നേരെ മുകളിൽ വരും. പക്ഷെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ എബവ് XY ലൈൻ ആണ്, ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആണ്. ബിലോ XY ലൈൻ എങ്ങനെ വരുന്നത്? നമ്മൾ ഈ HP 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ HP താഴെ വരും, ടോപ്പ് വ്യൂ താഴെ വരും. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ HP ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മേളിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും ഇവിടെ ആയിരിക്കും? ടോപ്പ് വ്യൂ എപ്പോഴും എബവ് XY ലൈൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ VP യുടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെ P ന്ന് നിങ്ങൾ താഴോട്ട ലൈൻ വരച്ച് എത്ര ഡിഗ്രിയിൽ? നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇൻക്ലൈൻഡ് VP എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി ആയിരുന്നു. ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ എങ്ങോട്ടേ വരയ്ക്കാവുള്ളൂ? P ന്ന് മേളിലോട്ടേ വരയ്ക്കാവുള്ളൂ, ഒരിക്കലും താഴോട്ട് വരയ്ക്കരുത്. കാരണം എന്താ? പോയിന്റ് Q ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എബോവ് XY ലൈൻ ആയിരിക്കും, ഒരിക്കലും ബിലോ XY ലൈൻ അല്ല. ബിലോ XY ലൈൻ, ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആകണമെങ്കിൽ അത് ഏത് ക്വാഡ്രന്റിലായിരിക്കണം? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എബോവ് XY ലൈൻ ആണ്, ടോപ്പ് വ്യൂ ബിലോ XY ലൈൻ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എവിടെ വരണം? എബോവ് XY ലൈൻ വരണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മുകളിലോട്ട് വരച്ചത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ ആനന്ദ്? താഴോട്ടല്ല മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങള് താഴോട്ട് ഫസ്റ്റ് പ്രോബ്ലത്തിൽ താഴോട്ടാണ് വരച്ചത്. ഈ പ്രോബ്ലത്തിൽ ഞാൻ മേളിലോട്ട് വരയ്ക്കാനുള്ള കാര്യം ബിക്കോസ് Q എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയമെൻഷൻ കൊടുക്കുക. ട്രൂ ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് 100 ആണ്. ട്രൂ ലെങ്ത് 100. ഓക്കെ, സോ ട്രൂ ലെങ്ത് 100 ആക്കി. നമ്മൾ താഴോട്ട് വരയ്ക്കുമ്പോൾ അതിന് കൊടുത്തിരുന്ന പോയിന്റ് എന്തായിരുന്നു? ആദ്യത്തെ പ്രോബ്ലത്തിൽ C2 എന്നായിരുന്നു. C2. അപ്പൊ ഇവിടെ Q ആയതുകൊണ്ട് ഇതിന് എന്ത് കൊടുക്കണം? ഇതിന് Q2 എന്ന് പേര് കൊടുക്കുക. Q2. ആദ്യത്തെ പ്രോബ്ലത്തിൽ C ആയതുകൊണ്ട് C2 കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? Q2 കൊടുക്കണം. ഇനി അതേപോലെ ഇത് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്? 20 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ 20 ഡിഗ്രിയിലേ വരയ്ക്കാവൂ. ആംഗിൾ ഈസ് 20 ഡിഗ്രി. 20 ഡിഗ്രി ടു VP ആണ്. 20 ഡിഗ്രി ടു VP ആണ്. ഓക്കെ, ഇനി Q2 കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? അതിൽ കൂടി ലോക്കസ് ലൈൻ വരയ്ക്കണം. ചെയിൻ ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് പേര് കൊടുക്കണം? നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ കൊടുത്ത പോലെ തന്നെ
This is top view locus. Top view locus line. This is top view locus line. കാരണം ഇതിലാണ് ടോപ്പ് വ്യൂ വരാൻ പോകുന്നത്. മറ്റേ മേളത്തിന് എന്ത് പേര് കൊടുക്കണം? ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ. ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ. സോ ടോപ്പ് വ്യൂ ലോക്കസ് ലൈൻ ആൻഡ് ഫ്രണ്ട് വ്യൂ ലോക്കസ് ലൈൻ. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. Q2. അപ്പൊ നമുക്ക് Q2 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നറിയോ? നമ്മുടെ കയ്യില് PQ1 ഉണ്ട്. PQ1 ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു, ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് C1 നിന്ന് ഒരു ആർക്ക് വരച്ചാൽ മതി. അപ്പൊ സിമിലർലി ഇവിടെയും എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മുടെ കയ്യിൽ Q1 ഉണ്ട്. Q1 നിന്ന് ടോപ്പ് വ്യൂ ലോക്കസിലോട്ട് ആർക്ക് വരച്ചാൽ മതി. Q1 നിന്ന്, അതായത് ഈ P എന്ന് പറയുന്ന പോയിന്റ് സെന്റർ, ഈ PQ1 റേഡിയസ് ഇതെടുത്തിട്ട് ടോപ്പ് വ്യൂ ലോക്കസിലോട്ട് ആർക്ക് വരയ്ക്കുക. കണ്ടോ? ടോപ്പ് വ്യൂ ലോക്കസിലോട്ട് ആർക്ക് വരച്ചിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്താൽ മതി. പിയും ഈ പോയിന്റോട് ജോയിൻ ചെയ്യുക. So this is the top view. Okay. അപ്പൊ ഇതാണ്, this is Q. This point is Q. This point is Q. ഇപ്പൊ നിങ്ങൾക്ക് കാണാം Qന്റെ ടോപ്പ് വ്യൂ എവിടെയാണ്? above XY ലൈൻ ആണ്. എന്താ കാരണം? ബിക്കോസ് Q is in second quadrant. അതേപോലെ ഈ Qവിനെ നേരെ എന്ത് ചെയ്യുക? നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. ഈ Qവിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുക, ഫ്രണ്ട് വ്യൂ ലോക്കസിലോട്ട്. ഓക്കെ. അതിനെന്ത് പേര് കൊടുക്കുക? Q dash എന്ന് പേര് കൊടുക്കുക. Name of this point is Q dash. Name of this point is Q dash. Okay. So join this P dash and Q dash. So P dash Q dash is the front view. Okay. So P dash Q dash is the front view and PQ is the top view. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ Q ഡാഷും Q എന്താണ്? Q ഡാഷ് എന്ന് പറഞ്ഞാൽ Qവിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? Qവിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് രണ്ടും എവിടെയാണ്? എബവ് XY ലൈൻ ആണ്. എന്തുകൊണ്ടാണ് എബവ് XY ലൈൻ ആവാനുള്ള കാരണം? ബിക്കോസ് എൻഡ് Q ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ ആ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എവിടെ വന്നേ പറ്റൂ? എബവ് XY ലൈൻ വന്നേ പറ്റൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഉത്തരം പറഞ്ഞേ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ആനന്ദ്, ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആ സർ. ഓക്കെ. അഡോണ, ക്ലിയർ ആണോ? സാർ അവസാനത്തെ ഒന്നുകൂടെ പറയുമോ? P dash Q ഡാഷും PQ വരച്ചത്. P dash, അതായത് നമുക്ക് ഈ നമ്മുടെ വാട്സാപ്പിലെ കഴിഞ്ഞ പ്രോബ്ലത്തില് ആദ്യത്തെ ഫിഗറിൽ നമുക്ക് C എന്ന് പറയുന്നൊരു പോയിന്റ് കണ്ടോ? താഴെ ടോപ്പ് വ്യൂവിന് താഴെ C എന്ന് പറയുന്നൊരു പോയിന്റ് കണ്ടോ? C കണ്ടോ? 45.96 ലെങ്ത് ഉള്ള ടോപ്പ് വ്യൂ കണ്ടോ? 45 പോയിന്റ്. ഞാൻ ഫോട്ടോ ഇട്ടുണ്ട് ഗ്രൂപ്പിൽ. കണ്ടോ? അത് എവിടെ? കണ്ടോ? 45.96 ലെങ്ത് ഉള്ള ടോപ്പ് വ്യൂ കണ്ടോ? ടോപ്പ് വ്യൂ. അതിന്റെ എൻഡിലുള്ള C എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടോ? C കണ്ടോ? ആ C എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ആർക്ക് വരച്ചേക്കുന്നുണ്ടോ? ഒരു ആർക്ക് കണ്ടോ? ആർക്ക് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത് നോക്കി? ഏത് പോയിന്റിൽ നിന്ന്? C1 എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന്. കണ്ടോ? C1 എന്നൊരു പോയിന്റിൽ നിന്ന് ആർക്ക് വരച്ചേക്കുന്നത് കണ്ടോ? അപ്പൊ ഇവിടെ C1ന് പകരമുള്ള പോയിന്റ് ആണ് Q1. അപ്പൊ Q1 നിന്ന് എന്ത് ചെയ്താൽ മതി? Q1 നിന്ന് ടോപ്പ് വ്യൂ ലോക്കസിലോട്ട് ആർക്ക് വരച്ചാൽ മതി. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് നമ്മൾ മേളിലോട്ട് ആർക്ക് വരച്ചത്. പക്ഷെ അതേസമയം നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ആർക്ക് എങ്ങോട്ടാണ് വരച്ചത്? താഴോട്ടാണ് വരച്ചത്. C1 നിന്ന് ആർക്ക് താഴോട്ട് വരച്ചു. അപ്പം ഇവിടെ Q1 നിന്ന് ആർക്ക് മേളിലോട്ട് വരച്ചു, ടോപ്പ് വ്യൂ ലോക്കസിലോട്ട്. അപ്പൊ Q കിട്ടി. Q കിട്ടിയാൽ കഴിഞ്ഞാൽ Pയും Q കൂടെ ജോയിൻ ചെയ്യുക. PQ ആണ് ടോപ്പ് വ്യൂ. ഇനി ഈ Qവിനെ നമ്മൾ നേരെ ചോദിച്ചോ. Q2 നമ്മൾ ഇവിടെ ഒരു ലോക്കസ് വരയ്ക്കത്തില്ലേ, അതിലേക്ക് വെറുതെ വരയ്ക്കുകയാണോ? ലെങ്ത് ഒന്നും എടുക്കണ്ടേ? ഏതാണ് Q? അല്ല, നമ്മൾ Q1 നിന്ന് ആർക്ക് വരയ്ക്കുമ്പോ ഈ ലോക്കസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് Q. Q1 നിന്ന് ആർക്ക് വരയ്ക്കുമ്പോ ഈ ലോക്കസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് Q. ഈ Q കിട്ടിക്കഴിഞ്ഞാൽ Q Pയുടെ ജോയിൻ ചെയ്യണം. അതാണ് PQ, ടോപ്പ് വ്യൂ. ഓക്കെ. എന്നിട്ട് ഈ Qവിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യണം. Qവിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് Q ഡാഷ് കിട്ടും. മനസ്സിലായോ? ഓക്കെ.
ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവും കിട്ടി, ടോപ്പ് വ്യൂവും കിട്ടി. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻസ്. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഡ്രോ ദ പ്രൊജക്ഷൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ട്രേസസ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിനകത്ത് ട്രേസും കൂടെ വരയ്ക്കാം. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് മെഷർ ചെയ്തേ. ആരെങ്കിലും എന്റെ കൂടെ വരച്ചിട്ടുണ്ടോ? ആരെങ്കിലും വരച്ചിട്ടുണ്ട് സർ. ഓക്കെ, വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്ര കിട്ടി? ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 93 ആണോ? 94. ഓക്കെ. ഇനി അപ്പൊ സൈഡിലോട്ട് എഴുതിക്കണേ, ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 94. ഇനി ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? 48.4 ആണോ നോക്കി. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 48.4. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ. ഓക്കെ. ഇനി അതേപോലെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാണെന്ന് എടുത്തേ. ടോപ്പ് വ്യൂ താഴെ പി ക്യൂവിന്റെ ലെങ്ത് 70.711. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്, പി ക്യൂവിന്റെ ലെങ്ത് ടോപ്പ് വ്യൂ 70.711. ഓക്കെ. ഇനി ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ, ഈ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്യും. 28.9 ഡിഗ്രി. കണ്ടോ? ടോപ്പ് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ 28.9 ഡിഗ്രി. ഓക്കെ. അപ്പൊ നമ്മൾ ഡ്രോ ദ പ്രൊജക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേസസ് നോക്കാം. ട്രേസസ് വരയ്ക്കാനായിട്ട് നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഓൾറെഡി അത് XY ലൈനിൽ തന്നെയാണ്. അപ്പൊ ഈ P' എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എന്ത്? H'. ദിസ് പോയിന്റ് ഈസ് H'. ഓക്കെ. ദെൻ H' കിട്ടി. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. ദെൻ എക്സ്റ്റെൻഡ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ എക്സ്റ്റെൻഡ് ദ ടോപ്പ് വ്യൂ. അപ്പൊ അത് ഈ പെർപെൻഡിക്കുലർ ലൈനെ ടച്ച് ചെയ്യും. അപ്പൊ ഏത് പോയിന്റ് തന്നെ HT എന്ന് പറയുന്നത്? ഈ P എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് HT. ഇത് ക്ലിയർ ആയ ആനന്ദ്? HT അതായത് നമ്മൾ HT കിട്ടാനായിട്ട് ഈ ഫ്രണ്ട് വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഓൾറെഡി ഇത് ഈ ഫ്രണ്ട് വ്യൂ എവിടെ തന്നെ കിടക്കുന്നത്? P' എന്ന് പറയുന്ന പോയിന്റ് XY ലൈനിൽ തന്നെയാണ്. കണ്ടോ? അപ്പൊ അതിന് H' എന്ന് പേര് കൊടുക്കുക. H'. എന്നിട്ട് അതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കണ്ടോ? പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഓൾറെഡി അവിടെ വരച്ചു കിടപ്പുണ്ട്. എന്നിട്ട് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ P എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ഇത് HT. കണ്ടോ? ഈ P എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് HT വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കാനായിട്ട് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ XY ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ ടോപ്പ് വ്യൂ XY ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് V. അതിന് V എന്ന് പേര് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി അത് ടച്ച് ആയി കിടക്കുക. അപ്പൊ അതിന് V എന്ന് പേര് കൊടുത്തു. കണ്ടോ? V. ഓക്കെ. സോ V എന്ന് പേര് കൊടുത്തു. V. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്തു, XY ലൈനെ ടച്ച് ചെയ്തു. എന്നിട്ട് അവിടുന്ന് അതിന് V എന്ന് പേര് കൊടുത്തു. അതിനെന്ത് ചെയ്യണം? അതിന് ഡ്രോ എ പെർപെൻഡിക്കുലർ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യും? അവിടെ ടച്ച് ചെയ്യും. കണ്ടോ? അപ്പൊ ഈ പോയിന്റിനാണ് എന്ത് കൊടുക്കേണ്ടത്? നമ്മൾ VT എന്ന് കൊടുക്കണം. ദിസ് പോയിന്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് എന്ത് കൊടുക്കണം? VT. മനസ്സിലായോ? അടോണ പിടി കിട്ടിയത്? പിടി കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇതാണ് VT. സോ ദിസ് പോയിന്റ് ഈസ് VT. അപ്പൊ ഇത് നമ്മൾ മെഷർ ചെയ്യണം. എത്ര ഡിസ്റ്റൻസ് ആണെന്ന് മെഷർ ചെയ്യണം. അപ്പം ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് 20 millimeter ബിലോ XY ലൈൻ. ഇനി വെർട്ടിക്കൽ ട്രേസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് പറയാം. വെർട്ടിക്കൽ ട്രേസ് എനിക്ക് 40 ആ കിട്ടിയത്. 40.752. സോ വെർട്ടിക്കൽ ട്രേസ് ഈസ് 40.752 millimeter above XY ലൈൻ. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ് ഈസ് 36.19. ട്രേസ് ചോദിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഹൊറിസോണ്ടൽ ട്രേസ് ഈസ് 20 millimeter ബിലോ XY ലൈൻ.
vertical trace is 40.72 millimeter above XY line, and the distance between horizontal trace and vertical trace is 36.19. Clear ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആനന്ദേ, ഓക്കെ, അടോണ ഓക്കെ അല്ലേ? ക്ലിയർ ആ സർ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രോബ്ലം പറഞ്ഞു. ഇപ്പം സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻ റൊട്ടേഷനിലോട്ട് കയറാം. ബ്രേക്ക് വല്ലതും വേണോ നിങ്ങൾക്ക്, അതോ അങ്ങ് പോയാൽ മതിയോ? ബ്രേക്ക് വല്ലതും വേണമെങ്കിൽ പറഞ്ഞോണേ കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ദ പോയിന്റ് എ ഓഫ് എ ലൈൻ ഈസ് 40 mm above HP ആൻഡ് 20 mm in front of VP. ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. കാരണം എബവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ പോയിന്റ് ബി ഈസ് 30 millimeter ബിലോ HP ആൻഡ് 50 millimeter ബിഹൈൻഡ് VP. അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ബിലോ HP ബിഹൈൻഡ് VP ആണ്. ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാമോ? ബിലോ HP ബിഹൈൻഡ് VP പറയാമോ ആർക്കെങ്കിലും? തേർഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് അടുത്ത അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞു, സെക്കൻഡ് ക്വാഡ്രന്റ് പറഞ്ഞു, ഇനി അടുത്തത് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. അതായത് ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, മറ്റേ പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ്. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ്. അപ്പൊ പുതിയൊരു ടേം വന്നിട്ടുണ്ട് ഇവിടെ, എൻഡ് പ്രൊജക്ടേഴ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 100 millimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തുവാന്ന് ഞാൻ വരയ്ക്കുമ്പോൾ പറയാം. പിന്നെ ഫൈൻഡ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP. ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കാം. എന്റെ കൂടെ വരച്ചോണേ. അപ്പൊ ആദ്യം XY ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു. ഓക്കെ, സോ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു. ദെൻ ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. അതില് പോയിന്റ് എ എത്ര മില്ലിമീറ്റർ അബവ് HP? 40 millimeter അബവ് HP ആണ്. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു, 40 millimeter അബവ് HP. എ ഡാഷ് മാർക്ക് ചെയ്തു, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ എ ഡാഷ് മാർക്ക് ചെയ്തു, എ ഡാഷ്. Then and എത്ര millimeter in front of VP? 20 millimeter in front of VP ആണ്. So this distance is 20. So 40 millimeter above HP and 20 millimeter in front of VP. So this point is A. Okay. ഈ നമ്മൾ ഇപ്പൊ ഈ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ എ ഡാഷും എയും കൂടെ നോക്കി ഒരൊറ്റ ലൈനില്ല, കണ്ടോ? ഈ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത എൻഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ഡാഷും ബിയും കൂടെ വരുന്ന ലൈനിനെയാണ് എന്തെന്ന് പറയുന്നത്? അടുത്ത എൻഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 100 mm. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്തൊരു ലൈൻ വരയ്ക്കുക. ഈ വരച്ച ലൈനിൽ നിന്ന് അടുത്തൊരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എത്ര ആയിരിക്കും? ദിസ് ഡിസ്റ്റൻസ് ഈസ് 100. കണ്ടോ?
അതായത് 100 എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 100 എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഇനി പോയിന്റ് ബി എവിടാന്ന് നോക്കി, 30 മില്ലിമീറ്റർ ബിലോ HP ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, താഴെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ബിലോ HP ആണ്. എത്രയാണ്? 30 മില്ലിമീറ്റർ ആണ്. 30 മില്ലിമീറ്റർ ബിലോ HP. പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് 30 മില്ലിമീറ്റർ ബിലോ HP. അപ്പൊ ഞാനിവിടെ ബി ഡാഷ് മാർക്ക് ചെയ്തു. ബി ഡാഷ് കണ്ടോ, താഴെയാണ്, ബിലോ HP ആണ്. അപ്പൊ എ ഡാഷും കിട്ടി, ബി ഡാഷും കിട്ടി. ജോയിൻ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. എ ഡാഷും ബി ഡാഷും കൂടെ ജോയിൻ ചെയ്തേ. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇതാണ് ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് വ്യൂ കിട്ടിയോ എല്ലാവർക്കും? ഫ്രണ്ട് വ്യൂ, എ ഡാഷ് ബി ഡാഷ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. കിട്ടിയോ? ആനന്ദ കിട്ടിയോ? കിട്ടി സാർ. ഓക്കെ, അടവണ വരയ്ക്കുന്നുണ്ടോ? കിട്ടിയോ? ആ സാർ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് പോയിന്റ് ബി ഈസ് എത്ര മില്ലിമീറ്റർ ആണ്? ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി ഈസ് 50. അതായത് തേർഡ് ക്വാർട്ടറില്ല, അതായത് 50 മില്ലിമീറ്റർ മാറിയിട്ടാണ്. അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് 30 മില്ലിമീറ്റർ ബിലോ HP ആൻഡ് 50 മില്ലിമീറ്റർ ബിഹൈൻഡ്. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഈ HP വരും, എന്നിട്ട് നമ്മൾ അതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എവിടെ പോകും? നേരെ മേളിൽ പോകും. അതായത് 50 മില്ലിമീറ്റർ മാറിയിട്ടായിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ 50 മില്ലിമീറ്റർ മാറിയിട്ടതാ 50. ദിസ് ഡിസ്റ്റൻസ് ഈസ് 50. അതിന് പേര് കൊടുത്തു, ദിസ് നെയിം ഈസ് ബി. ദിസ് നെയിം ഈസ് ബി. This name is B. Okay, so join this A and B. Join this A and B. So AB is the top view. Appo front view kitti A dash B dash, top view kitti AB. Okay, appo njan choikkatte ningalku front avada side lot eduthelana front view inde length etra kittiyen nokki. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 122 ആണോ കിട്ടിയത്? ഒന്ന് പറഞ്ഞേ, കറക്റ്റ് ആണോ? ഫ്രണ്ട് വ്യൂ ഓക്കെ 122 ആണ്. ഓക്കെ, ഇനി ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്ര ആണെന്ന് ഞാൻ പറയാം. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് അത് തന്നെയാണോ? 122 തന്നെയാണോ? ആണ് സാർ. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 122.066. ടോപ്പ്. ഇനി അടുത്തത് ഈ ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ ആൽഫ കേട്ടോ. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിള് ഈ ആംഗിള് ഇതാണ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 35 ഡിഗ്രി ആണോ നോക്കി. 35 ഡിഗ്രി. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 35 ഡിഗ്രി ആണോ നോക്കി. ആണ് സാർ. ഓക്കെ, ഇനി അടുത്തത് ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ, അതും 35 ആണോ നോക്കി. ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ സാർ. 35. ഓക്കെ, അടവണ സംശയം ഉണ്ടോ? ഇല്ല സാർ. അഭിഷേക്? ഇല്ല സാർ. ഓക്കെ, മുന്ന? ഇല്ല സാർ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കി. എ ഡാഷ് എന്നുള്ള പോയിന്റ്, അതായത് എയുടെ ഫ്രണ്ട് വ്യൂ എബവ് XY ലൈൻ ആണ്, പക്ഷെ ബിയുടെ ഫ്രണ്ട് വ്യൂ ബിലോ XY ലൈൻ ആണ്. കാരണം എന്താ, എ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലായിരിക്കുന്നത്. ഇവിടെ എയുടെ ടോപ്പ് വ്യൂ എവിടാണ്? എയുടെ ടോപ്പ് വ്യൂ XY ലൈനിന്റെ താഴെയാണ്, പക്ഷെ ബിയുടെ ടോപ്പ് വ്യൂ എവിടാണ്? XY ലൈനിന്റെ മേളിലാണ്. കാരണം എന്താ, എ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കുന്നത്, ബി തേർഡ് ക്വാഡ്രന്റിൽ. അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? അടോൺ ആ ഡിഫറൻസ് മനസ്സിലായോ? ഒരു പോയിന്റ്
ഫസ്റ്റ് ക്വാഡ്രന്റിലും ഒരു പോയിന്റ് തേർഡ് ക്വാഡ്രന്റിൽ ഇരിക്കുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലായോ? സർ. ഓക്കെ. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മേളിലും ടോപ്പ് വ്യൂ താഴെയുമാണ്. തേർഡ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മേളിലുമാണ്. ആനന്ദ്, അത് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തിൽ എന്ത് ചെയ്യാം? ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാ നോക്കിയേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈൻഡ് ദ ട്രൂ ലെങ്ത്. നമ്മുടെ കയ്യിൽ ട്രൂ ലെങ്ത് ഇല്ല. ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം. ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. നമുക്ക് ആ ട്രൂ ലെങ്ത് എച്ച് പിയുടെയും വി പിയുടെയും ആംഗിളും കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ള ആംഗിൾ എന്താണ്? ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 35. അതേപോലെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 35. അപ്പാരന്റ് ഇൻക്ലിനേഷൻ നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം, അതിന്റെ ട്രൂ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഞാൻ ഈ പറയുമ്പോൾ ആദ്യത്തെ പടം എടുത്ത് നമ്മുടെ വാട്സാപ്പിലെ ആദ്യത്തെ പടം എടുക്കും എല്ലാവരും. ആദ്യത്തെ ഫസ്റ്റ് ഫിഗർ. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ വേറെ ഒരു പ്രോബ്ലവും പഠിക്കേണ്ട, ആ ഒരൊറ്റ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അവിടെ നേരെ ഫ്രണ്ട് വ്യൂ കണ്ടല്ലോ, ഡി ഡാഷ് സി ഡാഷ് കണ്ടല്ലോ. ആ സി ഡാഷിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പുറകോട് വരയ്ക്കുമ്പോൾ C2 ഡാഷ് കിട്ടും. കണ്ടോ? അപ്പൊ എനിക്ക് ഇവിടെ അത് തന്നെ, ഇവിടെ ഞാൻ എന്ത് ആർക്ക് വരയ്ക്കാൻ പോവാണ്. എ ഡാഷിന് പകരം ഡി ഡാഷിന് പകരം എ ഡാഷ് ആയി ഇവിടെ. സോ എ ഡാഷ്, മറ്റേ പോയിന്റ് സി ഡാഷിന് പകരം എനിക്ക് ഇവിടെ ബി ഡാഷ് ആണ്. ദ ബി ഡാഷ്. അപ്പൊ എ ഡാഷ് ബി ഡാഷിൽ നിന്ന് ഞാനൊരു ആർക്ക് വരയ്ക്കണം. ദാ എങ്ങോട്ട് ആർക്ക് വരയ്ക്കേണ്ടത്? എ ഡാഷിന്റെ ലൈനിലോട്ട്. കണ്ടോ? എ ഡാഷിന്റെ ലൈൻ ആർക്ക് വരയ്ക്കണം. ഓക്കെ. ആർക്ക് വരച്ചു. എ ഡാഷ് സെന്റർ, എ ഡാഷ് ബി ഡാഷിൽ നിന്ന് ആർക്ക് വരച്ചു. ആർക്ക് വരയ്ക്കേണ്ടത് എങ്ങോട്ടാ? എ ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ അവിടെ വരെ വരയ്ക്കണം. കണ്ടോ? എന്നിട്ട് അതിന് എന്ത് പേര് കൊടുക്കണം? നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ കൊടുത്ത C2 ഡാഷ് എന്ന. ഇത് ബി ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? B2 ഡാഷ് എന്ന് പേര് കൊടുക്കണം. ദിസ് ഈസ് B2 ഡാഷ്. ആദ്യത്തെ പ്രോബ്ലത്തിൽ സി ആയിരുന്നു, അതുകൊണ്ട് C2 ഡാഷ് ആണ്. ഇവിടെ ബി ആയതുകൊണ്ട് B2 ഡാഷ് കൊടുത്തു. ഓക്കെ. ഇനി ഈ B2 ഡാഷ് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം? ടോപ്പ് വ്യൂവിന്റെ ലോക്കസിലോട്ട് പ്രൊജക്ട് ചെയ്യണം. അതായത് C2 ഡാഷിനെ നേരെ ടോപ്പ് വ്യൂ ലോക്കസിൽ കൊണ്ടുപോകുമ്പോൾ C2 കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അതേപോലെ തന്നെ ഈ B2 ഡാഷിനെ എന്ത് ചെയ്യണം? നമ്മൾ ടോപ്പ് വ്യൂവിന്റെ ലോക്കസിലോട്ട് കൊണ്ടുപോകണം. എവിടെയാ ടോപ്പ് വ്യൂവിന്റെ ലോക്കസ്? ഇതാണ് എന്റെ ടോപ്പ് വ്യൂ, ഇതാണ് എന്റെ ടോപ്പ് വ്യൂ. ഈ ബി എന്ന് പറയുന്നതാണ് ടോപ്പ് വ്യൂ. അതിൽ കൂടി എന്ത് വരയ്ക്കണം? അതിൽ കൂടി ആദ്യം ഞാനൊരു ലോക്കസ് വരയ്ക്കാം. കണ്ടോ? ടോപ്പ് വ്യൂ ലോക്കസ്. ബി എന്ന് പറയുന്നതാണ് ടോപ്പ് വ്യൂ. അതിൽ കൂടി ഞാൻ എന്ത് വരയ്ക്കണം? അതിന് പേര് കൊടുക്കും. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ടോപ്പ് വ്യൂ ലോക്കസ്. അപ്പൊ അതിലോട്ട് എന്ത് ചെയ്യണം? ആ ടോപ്പ് വ്യൂ ലോക്കസിലോട്ട് ഇവനെ പ്രൊജക്ട് ചെയ്യണം. ഏതിന്? ഈ B2 ഡാഷ്. ഓക്കെ. അപ്പൊ അതിനെന്ത് പേര് കൊടുക്കണം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ C2 എന്നാ കൊടുത്തത്. ഇത് ബി ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? ഇതിന് B2 എന്ന് പേര് കൊടുക്കണം. ഇതിന് B2 എന്ന് പേര് കൊടുക്കാം. B2 എന്ന് പേര് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് C2 കിട്ടിയാൽ C2ഉം എയോടെ ജോയിൻ ചെയ്യുക. C2ഉം മറ്റേ പോയിന്റ് ഏതാണ്? എയുടെ ജോയിൻ. B2 ആയതുകൊണ്ട് B2ഉം എയുടെ ജോയിൻ ചെയ്യാം. ജോയിൻ എ ആൻഡ് B2. എയും B2ഉം കൂടെ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ദ ട്രൂ ലെങ്ത്. എത്രാന്ന് പറഞ്ഞ ട്രൂ ലെങ്തിന്റെ ആംഗിൾ? സോറി, ലെങ്ത്. ട്രൂ ലെങ്ത് എത്രാന്ന് പറഞ്ഞ? ട്രൂ ലെങ്ത് 140 ആണോ കിട്ടിയത്? ട്രൂ ലെങ്ത് 140. ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ. ഇനി A-B2 എന്ന് പറയുന്ന ഈ ലൈൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ പിക്ചറിൽ DC2 ഉണ്ട്. DC2. അപ്പൊ DC2 മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് VP-യുടെ ആംഗിൾ. സിമിലർലി A-B2 എന്ന് പറയുന്നതാണ് VP-യുടെ ആംഗിൾ. ഇതാണ് VP-യുടെ ആംഗിൾ. കണ്ടോ? ഈ ആംഗിൾ A-B2 XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര നോക്കി? A-B2 XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് VP-യുടെ ആംഗിൾ. 29.8 ഡിഗ്രി. കിട്ടിയോ? VP-യുടെ ആംഗിൾ. ആർക്കെങ്കിലും കിട്ടിയോ? 29.8.
ആ സർ. ഓക്കെ, ശരി. ഇനി അടുത്തത്, അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ്. ഇപ്പൊ ഫ്രണ്ട് വ്യൂ ബിയുടെ ഫ്രണ്ട് താഴെ ആയതുകൊണ്ട് നമ്മൾ ബി ഡാഷിൽ കൂടെ ഒരു ലോക്കസ് വരയ്ക്കും. കണ്ടോ? ദിസ് ഈസ് ദി ലോക്കസ്. This is the front view locus. This is the front view locus. Front view locus. This is the front view locus. Okay. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് അറിയാം. ട്രൂ ലെങ്ത് എത്ര? 140.712. ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്ത് ഈ എ ഡാഷ് സെന്റർ എ ഡാഷിൽ വെച്ചിട്ട് ഈ ഫ്രണ്ട് വ്യൂ ലോക്കസിലാണ് കട്ട് ചെയ്താൽ മതി. 140.712 എടുത്തിട്ട് 140.712 എടുത്തിട്ട് ഈ ഫ്രണ്ട് വ്യൂ ലോക്കസിലാണ് കട്ട് ചെയ്താൽ മതി. .712 എടുത്തിട്ട് ട്രൂ ലെങ്ത് എടുത്തിട്ട് എ ഡാഷ് സെന്റർ ഫ്രണ്ട് വ്യൂ ലോക്കസിൽ കട്ട് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന പേരെന്തായിരുന്നു? ആദ്യത്തെ പ്രോബ്ലത്തിൽ നോക്കിയേ, ആർക്കെങ്കിലും പറയാമോ അതിന്റെ എൻഡിന് കൊടുക്കുന്ന പേരെന്താണ്? C1 ഡാഷ് എന്നാ കൊടുത്തത്. C1 ഡാഷ്. ഇവിടെ ബി ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? B1 ഡാഷ് എന്ന് കൊടുക്കണം. B1 ഡാഷ്. B1 ഡാഷ്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ C1 ഡാഷ് ആയിരുന്നു. അപ്പൊ ഇതിനെന്ത് കൊടുക്കണം? ഇതിന് B1 ഡാഷ് എന്ന് കൊടുക്കണം. ജോയിൻ ദിസ് B1 ഡാഷ് ആൻഡ് എ ഡാഷ്. B1 ഡാഷും എ ഡാഷും കൂടെ ജോയിൻ ചെയ്യാം. ദിസ് ഈസ് ദ ട്രൂ ലെങ്ത്. ഇനി ആ ലെങ്ത് അത് XY ലൈനോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര നോക്കി? അതും 29.8 തന്നെയാണ്. സെയിം ആണോ നോക്കി? HP-യുടെ ആംഗിളും സെയിം ആണെന്ന് തോന്നുന്നു. 29.8 തന്നെ കിട്ടുന്നത്. കറക്റ്റ് ആണോ? .8 ആണോ? ആർക്കെങ്കിലും കിട്ടിയോ? സോ ഇവിടെ ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 122, ഫ്രണ്ട് വ്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 122 ആണ്. ടോപ്പ് വ്യൂ ലെങ്ത് 120. യെസ് പറയൂ. B1 ഡാഷ് എടുത്തൊന്ന് പറയാമോ? B1 ഡാഷ് കിട്ടിയത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടിയല്ലോ. നമുക്ക് അതായത് AB2 എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. എത്രയാ? 140. കണ്ടോ? AB2 ആണ് നമ്മുടെ ട്രൂ ലെങ്ത് 140. കണ്ടോ? ആ ട്രൂ ലെങ്ത് എടുത്തിട്ട് എ ഡാഷ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫ്രണ്ട് വ്യൂ ലോക്കസിലും കട്ട് ചെയ്താൽ മതി. അതേ സെയിം ലെങ്ത് എടുത്ത്. കണ്ടോ? ഈ എ ഡാഷ് B1 ഡാഷിന്റെ ലെങ്ത് കണ്ടോ? എത്രയാ? 140.71. സ്ക്രീനിൽ കാണുന്നുണ്ടോ? 140.71 കാണുന്നുണ്ടോ? അതെടുത്തിട്ട് നമ്മൾ എ ഡാഷിൽ വെച്ചിട്ട് ഈ ഫ്രണ്ട് വ്യൂ ലോക്കസിലും കട്ട് ചെയ്താൽ മതി. B1 ഡാഷ് കിട്ടും. എ ഡാഷിൽ വെച്ചിട്ട് എ ഡാഷ് B1 ഡാഷ് കിട്ടാനായിട്ട് ട്രൂ ലെങ്ത് 140 എടുത്ത് കട്ട് ചെയ്താൽ മതി. ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി ഓൾറെഡി. P2 ആണ് ട്രൂ ലെങ്ത്. AB2 അത് കിട്ടി ഓൾറെഡി. ഇനി നമുക്ക് ആംഗിൾ വേണം. AB2 XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് VP-യുടെ ആംഗിൾ. അതാ 29.8 AB2. സിമിലർലി എ ഡാഷ് B1 ഡാഷ് ആണ് HP-യുടെ ആംഗിൾ. അതും എത്ര തന്നെ? 29.8 തന്നെ ആണോ? 29.8 ആണോ നോക്കി രണ്ടും. എ ഡാഷ് B1 ഡാഷ് XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 29.8 ഇതാ. എ ഡാഷ് B1 ഡാഷ് XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 29.8. നോ പ്രോബ്ലം. അതുപോലെ AB2 എന്ന് പറയുന്ന ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്ത് XY ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര നോക്കി? AB2 എന്ന് പറയുന്നത്
30 ആണോ? സെയിം രണ്ടും സെയിം ആണ്. ഓക്കെ, എന്റെ ഇവിടെ സ്ക്രീനിൽ കണ്ടോ 29.8 എന്നുണ്ടോ? ആ സർ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം ആയി. നമുക്ക് എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? ഫൈൻഡ് ദ ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് എത്രയാ? 140.71. അത് കിട്ടിയല്ലോ. ട്രൂ ലെങ്ത് കിട്ടിയല്ലോ. 140 കിട്ടിയോ? ആ സർ. ഓക്കെ, ട്രൂ ലെങ്ത് കിട്ടി. ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിയുടെ ഇൻക്ലിനേഷനും വി പിയുടെ ഇൻക്ലിനേഷനും. എച്ച് പിയുടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നതാണ് ഏത്? എ ഡാഷ് ബി വൺ ഡാഷ്. കണ്ടോ? എ ഡാഷ് ബി വൺ ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എച്ച് പിയുടെ ഇൻക്ലിനേഷൻ 29. ഇവിടെ രണ്ട് ആംഗിളും സെയിം ആണ്. എപ്പോഴും അങ്ങനെ വരത്തില്ല. എ ഡാഷ് ബി വൺ ഡാഷ് ആണ് എച്ച് പിയുടെ ആംഗിൾ 29.8. എ ബി ടു എന്ന് പറയുന്നതാണ് വി പിയുടെ ആംഗിൾ. അതും 29.8 ആണ്. അപ്പൊ അത് രണ്ടും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ട്രേസ് കൂടെ പറഞ്ഞേക്കാം. ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ ട്രേസ് കൂടെ വരയ്ക്കാം. ഓക്കെ, ട്രേസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഓൾറെഡി അത് ഇവിടെ കിടക്കുന്നത് അത് എക്സ് വൈ ലൈനിൽ തന്നെയാണ്. ഓക്കെ, ഇതാ നോക്കി. ഇപ്പൊ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എന്ത്? എ ഡാഷ് ബി വൺ ഡാഷ് അത് എക്സ് വൈ ലൈനെ ടച്ച് ചെയ്ത് ഇവിടെ കണ്ടോ? അപ്പൊ അതിന് പേര് കൊടുക്കുക, എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കുക. എച്ച് ഡാഷ്. കണ്ടോ? ദിസ് പോയിന്റ് ഈസ് എച്ച് ഡാഷ്. എച്ച് ഡാഷ് കിട്ടിയോ ആനന്ദ്? എച്ച് ഡാഷ് ചെയ്യുക സർ. ഓക്കെ, ഇച്ചിരി സമയം എടുക്കും ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഈസ് എച്ച് ഡാഷ്. ഓക്കെ, ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ എച്ച് ഡാഷ്. എച്ച് ഡാഷിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പൊ അത് എന്നിട്ട് ടോപ്പ് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അത് ടച്ച് ചെയ്യും. അപ്പം സോ ദാറ്റ് പോയിന്റ് ഈസ് എച്ച് ടി. അതിനെയാണ് നമ്മൾ എച്ച് ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എച്ച് ടി. ഹൊറിസോണ്ടൽ ട്രേസ് എച്ച് ടി. അപ്പൊ എച്ച് ടി കിട്ടി. അപ്പൊ എച്ച് ടി കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ് വൈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം എപ്പോഴും. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടി 20 എന്ന് കിട്ടി. ഓക്കെ, കിട്ടിയോ നോക്കി എല്ലാവരും? ഇനി അടുത്തത് നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുക. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത് എക്സ് വൈ ലൈനെ ടച്ച് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പേര് കൊടുക്കുക. അപ്പൊ ആ പോയിന്റ് വി എന്ന് പേര് കൊടുക്കുക. വി, സ്മോൾ വി. അതിന് പേര് കൊടുക്കുക സ്മോൾ വി. അതിന് പേര് കൊടുക്കുക വി, സ്മോൾ വി എന്ന പേര് കൊടുക്കുക. Then draw a perpendicular line through V. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഓൾറെഡി നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്താണ്? അത് ടച്ചിൽ വരും. അപ്പൊ ആ പോയിന്റ് എന്ത് കൊടുക്കണം? വി ടി. അതിന് പോയിന്റ് വി ടി എന്ന് കൊടുക്കുക. ദാറ്റ് പോയിന്റ് ഈസ് വി ടി. That point is VT. Then എത്ര ഡിസ്റ്റൻസ്? 20. അതും 20. സോ എച്ച് ടി വി ടി എന്ന് പറയുന്ന എബവ് 20 മില്ലിമീറ്റർ എബവ് എക്സ് വൈ ലൈൻ ആണ്. Then distance between HT and VT is 28.571. Distance between HT and VT is 28.571. കിട്ടിയോ? ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ ആനന്ദ്? ഉണ്ട് സാർ. ഓക്കെ, അഭിഷേക് ചെയ്യുന്നുണ്ടോ അതോ പിന്നെ ആണോ ചെയ്യുന്നത്?
ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ, കിട്ടിയോ HTVT കിട്ടിയോ? കിട്ടി സാർ. ഓക്കെ, സാർ പറ. ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ മാത്രമേ ഡാർക്ക് ആയിട്ട് വരയ്ക്കത്തുള്ളൂ? വരയ്ക്കത്തുള്ളൂ. അതായത് നമ്മൾ ലൈൻ റൊട്ടേഷൻ വരയ്ക്കുമ്പോൾ ലൈൻ റൊട്ടേഷനിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രമേ ഡാർക്ക് ആയിട്ട് വരയ്ക്കാവൂ. ഓക്കെ സാർ. പ്ലെയിൻ റൊട്ടേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ട്രൂ ലെങ്തും കൂടെ വരയ്ക്കും. സാർ. പറഞ്ഞോ. സാർ ഇത് പറഞ്ഞോ. റൊട്ടേഷൻ ചെയ്യല്ലേ കൂടുതൽ? ഏതാ? പ്ലെയിൻ ഇത് ഈ പ്രോബ്ലം പ്ലെയിൻ റൊട്ടേഷനിലും നമുക്ക് ചെയ്യാം. പ്ലെയിൻ റൊട്ടേഷനും ചെയ്യാം, ലൈൻ റൊട്ടേഷനിലും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ല, കുറച്ചുകൂടെ എളുപ്പം ഈ പ്രോബ്ലം പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യാനല്ലേ? അങ്ങനെ എളുപ്പമെന്നല്ല. നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയാം. നമുക്ക് മറ്റേത് ഇച്ചിരി എന്താ പറയുന്നത്, നമ്മളെപ്പോഴാ എളുപ്പം? ഇത് ഒന്നും തന്നെ എളുപ്പമല്ല. നമുക്ക് മറ്റേത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇതാണ് എളുപ്പം. ഇത് ചില ആൾക്കാർ ഇതായിരിക്കും ചെയ്യുന്നത്, ലൈൻ റൊട്ടേഷൻ ആയിരിക്കും. അങ്ങനെ അപ്പൊ ആർക്ക് ഏതാണ് കൺവീനിയന്റ് അത് ചെയ്യാം, നോ പ്രോബ്ലം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളിത് നമ്മുടെ ഇവിടെ ട്യൂഷൻ എടുത്തപ്പോ ചെയ്തായിരുന്നു. നമ്മളിവിടെ നിങ്ങൾക്ക് ഞാൻ എടുത്തെന്ന് തോന്നുന്നു, ഈ പ്രോബ്ലം? നമ്മൾ പ്ലെയിൻ റൊട്ടേഷനാ സാർ ചെയ്തത്. അപ്പം നിങ്ങൾ ഇവിടെ ക്ലാസ്സിന് വന്നപ്പോ ഞാൻ പ്ലെയിൻ റൊട്ടേഷനിൽ ഈ പ്രോബ്ലം പഠിപ്പിച്ചായിരുന്നല്ലയോ? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ. ശരി. ഓക്കെ, അതുകൊണ്ടാ മുന്നേ അത് പറയുന്നത്. അല്ലെങ്കിൽ മുന്നേ ഇപ്പം ലൈൻ റൊട്ടേഷനെ ചെയ്യത്തുള്ളായിരുന്നു, എനിക്കറിയാം. അല്ല, ഞങ്ങള് മറ്റേ രീതിയിലാണ് ചെയ്തായിരുന്നു. അതായിരുന്നു കുറച്ച് ഞങ്ങൾക്ക് എളുപ്പം. അല്ല, അതുകൊണ്ടാണ് മുന്നേ ഇപ്പൊ പറയുന്നത്. മുന്നേ ഇപ്പൊ ഇതാണ് കേട്ടിരുന്നെങ്കിൽ മുന്നേ ഇത് ഓക്കെ എന്ന് പറഞ്ഞേനെ. മനസ്സിലായില്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇത് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അടോണ ഓക്കെ ആണോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ സർ. ഓക്കെ, അഭിഷേക്? ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഞാനിപ്പോ പഠിപ്പിച്ച പ്രോബ്ലംസ് ഒന്നുകൂടെ പറയാം. ഇപ്പൊ തൽക്കാലം ഞാൻ അത് വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, ഈ ലൈൻ റൊട്ടേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ചെയ്യണം. ഫസ്റ്റ് ക്വാഡ്രന്റ് അപ്പൊ നമ്മൾ ചെയ്ത എന്തൊക്കെയാ? ഫസ്റ്റ് ക്വാഡ്രന്റ്, പിന്നെ ഒരു ചെറിയൊരു ട്വിസ്റ്റിംഗ് പ്രോബ്ലം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് ഒരു പ്രോബ്ലം ചെയ്തു. തേർഡ് ക്വാഡ്രന്റ് ചെയ്തു. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് വരുവാണെങ്കിൽ വ്യത്യാസം എന്താണ്? സെക്കൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്, വേറെ ഒന്നുമില്ല. അതായത് ഫോർത്ത് ക്വാഡ്രന്റില് രണ്ട് വ്യൂവും, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എവിടെ വരും? ബിലോ XY ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ അത് ഞാൻ ചെയ്യിക്കുന്നില്ല, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഫസ്റ്റും സെക്കൻഡും തേർഡും ഞാൻ ചെയ്യിച്ചു. ഓക്കെ, സോ ഫോർത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫോർത്തിന്റെ പ്രത്യേകത എന്താണ്? ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ. ഇനി അടുത്തത് ഞാൻ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യിക്കാം. അപ്പൊ ഇനി ഞാനൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് എന്നിട്ട് 12:15 സ്റ്റാർട്ട് ചെയ്താലോ? അല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ ഒരു ടൈം പറ, എങ്ങനെ വേണമെന്ന് പറ. 12:15 അതോ ലഞ്ച് കഴിച്ചിട്ടാണോ? ഇനി എങ്ങനെയാന്ന് പറ. അപ്പൊ എനിക്കിനി എടുക്കാനുള്ളത് പ്ലെയിൻ റൊട്ടേഷൻ ഉണ്ട്, പിന്നെ സോളിഡ്സ് ഇൻക്ലൈൻ ടു HP ഉണ്ട്, സസ്പെൻഡഡ് സോളിഡ് ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണം കൂടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ പരിപാടി തീരും. സസ്പെൻഡഡ് സോളിഡിൽ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. സോളിഡ് ഇൻക്ലൈൻ ടു HPയിൽ ഒരു 2 പ്രോബ്ലം ഞാൻ ചെയ്യിക്കും. 2 പ്രോബ്ലം. അപ്പൊ 2 പ്രോബ്ലം ചെയ്യിക്കുമ്പോഴേ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം 3 പ്രോബ്ലം സോളിഡ്സിൽ ചെയ്യിക്കാനുണ്ട്. പ്ലെയിൻ റൊട്ടേഷനിൽ ഒരു 3 പ്രോബ്ലം ഞാൻ ചെയ്യിക്കും.
അപ്പോൾ ഒരു 3 പ്രോബ്ലവും പിന്നെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യിക്കും. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതുകൂടെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കൂടെ ചെയ്യിച്ചു. അങ്ങനെ ഒരു 3, 1, 4, 4, 7 പ്രോബ്ലം. ഇനിയിപ്പോ 7 പ്രോബ്ലം എനിക്ക് ചെയ്യിക്കാനുണ്ട്. 7 പ്രോബ്ലം. അപ്പൊ സോളിഡ്സിന് സമയം എടുക്കും ഇച്ചിരി, അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇനി എത്ര മണിക്ക് വേണമെന്ന് പറ. അഡോണ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ആനന്ദ്, മുന്ന, അഭിഷേക് പറയൂ. എനിക്ക് 12 കുഴപ്പമില്ല സർ. ഓക്കെ, 12 കുഴപ്പമില്ല. അടുത്ത് ആനന്ദിന്. ഇല്ല സാർ, കുഴപ്പമില്ല. മുന്നയ്ക്ക് കുഴപ്പമുണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഓക്കെ, അഭിഷേക് ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് തരാം. 12:15 ജോയിൻ ചെയ്യാം. അടോണ ഈ റെക്കോർഡിങ് ഷെയർ ചെയ്യണം എനിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ 12:15 എല്ലാവരും ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.